ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോർ അസംസ്കൃത ചിന്തയിൽ അയ്യപ്പ പണിക്കർ രചിച്ച അഗ്നിപൂജയുടെ വരികൾ അത്ര കണ്ട് ആർദ്രതയോടെ സ്ഫുടതയോടെ മിന്നുട്ടുട്ടു പാടി. സന്തോളി ഭാഷക്കാരിയായി ജനിച്ച ഒരു കുഞ്ഞ് പോറ്റമ്മയായ മലയാളത്തിന് നൽകിയ ഒരു ഹൃദയപൂജ. കവിയാക്കിയും തുഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവ സിദ്ധികൾ മുക്കുവക്കിടാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ. ആസം സ്വദേശിനിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി മിന്നു ടുട്ടു ഇന്ന് ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. സന്താളി ഭാഷക്കാരിയായ മുന്നയുടെ ജീവിതം ആസാമിൽ നിന്ന് ദൂരെയായി ഇടുക്കിയുടെ മലനിരകളിൽ പുതിയ അർത്ഥം കണ്ടെത്തിയതാണ്. അമ്മ ഊർമിള ജോലി തേടി മക്കളുമായി ചേരിയാറിലെത്തിയപ്പോൾ ജീവിതം പ്രതിസന്ധിയിലായിരുന്നു. അപ്പോഴാണ് ഉട്ടോപ്യ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന NGOയിലെ അംഗമായ രാജകുമാരി NSS കോളേജിലെ മലയാളം അധ്യാപിക ബിൻസി എൽദോ ഇവരെ ശ്രദ്ധിച്ചത്. ബിൻസി ടീച്ചർ മുന്നയെയും സഹോദരി സോണിനെയും സ്വന്തം മക്കളെ പോലെ ചേർത്തു വളർത്തി. സ്കൂളിലെ ഇവരുടെ മുന്നിയുടെയൊക്കെ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ചേട്ടൻ വിളിച്ചിട്ട് പറയണത്, മോളുടെയൊക്കെ അച്ഛൻ അവിടെ ജോലിയില്ല, അവർ തിരികെ എങ്ങോട്ടെങ്കിലും പോകണം, ടീച്ചർക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ശരിക്കും സോണിയും മുന്നിയും എന്ന് പറയുന്ന ഈ 2 കുട്ടികളുടെയും അവരുടെ ടാലൻസ് കണ്ടിട്ട് തന്നെയാണ് അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ഇവരുടെ അമ്മയ്ക്ക് ഇവിടെ ജോലിയാക്കി കൊടുത്തു. അതിനുശേഷം ഇവർ ഞങ്ങളുടെ കൂടെ ഉട്ടോപ്യയുടെ മക്കളായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. മലയാളം അറിയാത്ത മുന്നയ്ക്ക് പുതിയ ഭാഷയെ സ്നേഹത്തോടെ പഠിക്കാൻ ടീച്ചർ പ്രോത്സാഹനം നൽകി. കുറച്ചു നാളുകൾക്കുള്ളിൽ അവൾ മലയാളം വായിക്കാനും എഴുതുവാനും സംസാരിക്കുവാനും തുടങ്ങി. അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജയിലെ വരികൾ ഹൃദയസ്പർശിയായി പാടിയപ്പോൾ അതൊരു വിദ്യാർത്ഥിനിയുടെ കവിതാ ആലാപനം മാത്രമായിരുന്നില്ല, മലയാളത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്ത ഒരു ഹൃദയപൂജയായിരുന്നു. ദേവി തന്റെ മകനായ വിഘ്നരാ. ഞങ്ങൾക്ക് ലിറിക്സ് എല്ലാം മ്യൂസിയം എഴുതി തരും. അപ്പോൾ ഞങ്ങൾ കേട്ടും കൂടിയും പിന്നെ വായിച്ചും എല്ലാം പഠിക്കും. അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ മുന്ന 3 ഭാഷകളിൽ 5 ഇനങ്ങളിൽ A ഗ്രേഡ് നേടി. മലയാളം കവിതാലാപനം, ഉറുദു പദ്യം ചൊല്ലൽ, ഹിന്ദി കഥാരചന, തിരുവാതിരപ്പാട്ട്, ഉറുദു സംഘഗാനം എന്നിവയിലായിരുന്നു ഇവളുടെ മികവ്. ഇതോടൊപ്പം സോഫ്റ്റ് ബോളിൽ സംസ്ഥാന തലത്തിൽ മത്സരിച്ച് ദേശീയ ടീമിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കും മുന്നേറി. ലോങ് ജമ്പ്, 100 മീറ്റർ, 400 മീറ്റർ ഓട്ടം എന്നിവയിലും മെഡലുകൾ നിരവധി നേടി. കള്ളിയങ്കാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. മലവേടക്കിടാത്തി. കലാത്മകതയോടൊപ്പം ചെണ്ടമേളം അഭ്യസിച്ച തമിഴ്നാട് ഉൾപ്പെടെ നിരവധി വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച മുന്നേ കൈത്തൊഴിലിൽ ബാഗുകളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച പഠന ചെലവും കണ്ടെത്തുന്നുണ്ട്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി മലയാളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ആസം സ്വദേശിനിയാണ്. അവളുടെ ജീവിതം ഭാഷയെ മറികടന്ന് സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന പ്രതീക്ഷയുടെ പ്രചോദന കഥയാണ്. മലയോരം മണ്ണും വാരി പുലരോളം കുയിലും പാടി, മലയോരം മണ്ണും വാരി പുലരോളം കുയിലും പാടി, പാടി പാടി നടന്ന പാട്ടെല്ലാം കൂട്ടിനുമെത്തി. സിറ്റി വിഷൻ, രാജാക്കാട്.